ഹായ് ഹലോ രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയ സ്വാഗതം. അമ്മ ആദ്യം സന്തോഷ വാർത്ത പറയട്ടെ. കുറെ കുട്ടികൾ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്നാ കുട്ടികളുടെ ആവശ്യപ്രകാരം അമ്മ തിങ്കളാഴ്ച മുതൽക്ക് അങ്ങനെ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു മാസത്തേക്ക് മുടി ഇല്ലാത്തവരും പൊട്ടിപ്പോണവരും ഗ്രോത്ത് ഇല്ലാത്തവരൊന്നും സങ്കടപ്പെടേണ്ട. അമ്മ വിവിധ തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ മുടി വളർത്തിയെടുക്കും അമ്മ കേട്ടോ. ഉറപ്പായിട്ടും അമ്മയെക്കാൾ അധികം നിങ്ങളുടെ മുടി വളർന്നു കാരണം അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. ചേച്ചിക്കുട്ടി, ചേച്ചിയമ്മ എന്നൊക്കെ വിളിക്കണവരാണ്. അപ്പൊ ചേച്ചിയമ്മയെന്ന് വിളിക്കണവരൊക്കെ എൻ്റെ അനിയത്തി കുട്ടികളാണ്. അവർക്കൊക്കെ മുടി എന്നെക്കാളും വേണ്ടേ. എനിക്ക് കുറച്ച് പ്രായമായില്ല, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഇനി അതിലും സന്തോഷപരമായ വാർത്ത ഇന്ന് അമ്മ വന്നെ എന്തിനാണെന്നറിയോ? എൻ്റെ അനിയത്തി കുട്ടികളിലൊക്കെ ചർമ്മം നല്ല സുന്ദരമായിട്ട് വാർദ്ധക്യത്തിന് വിട കൊടുക്കാനുള്ളതാണ്. അത്രയും നല്ലൊരു റെമഡി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന്റെ മുന്നേ ഞാൻ പറയട്ടെ, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ല നിങ്ങൾക്ക് ഈ ഹെയർ ഗ്രോത്ത് ചലഞ്ചൊക്കെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചേച്ചിയമ്മ എന്ന് പറയാനൊക്കെ ഇഷ്ടപ്പോ എല്ലാവരും എന്നെ ചേച്ചിയമ്മ പറയണം. അപ്പൊക്ക് അനിയത്തിക്കുട്ടി ഇല്ല. അപ്പൊക്ക് നിങ്ങളൊക്കെ എൻ്റെ അനിയത്തിക്കുട്ടികൾ തന്നെയായിട്ടാണ് എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമുക്ക് വാർദ്ധക്യം വരണ്ട. 35 മുതൽ കൊണ്ട് നിങ്ങൾ തേക്കാൻ തുടങ്ങേണ്ട ഒരു സംഭവമാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. മോള് പ്രസവിച്ച് കിടക്കുമ്പോൾ ഞാൻ ആ എണ്ണ ഉണ്ടാക്കി ആദ്യമായിട്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കലുണ്ട്. ഞാൻ അന്ന് ഒലിവ് ഓയിലില്ല, മരുമകൻ ഗൾഫിലാവുകൊണ്ട് ഒലിവ് ഓയിലില്ല കേട്ടോ ആദ്യമായിട്ട് ഈ എണ്ണ ഉണ്ടാക്കിയത്. ഇപ്പം എൻ്റെ നാവുമ്പിൽ ഒലിവ് ഓയിലെന്നേ വരുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കാസ്റ്റർ ഓയിലാണ്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ പിടിച്ചിട്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി. പിന്നെ സാധാരണ നമ്മൾ ആട്ടി വെളിച്ചെണ്ണയില ഞാൻ സ്ഥിരം ഉണ്ടാക്കി പോരുന്നത്. വെർജിൻ കോക്കനട്ട് ഓയിൽ വീട്ടിലുണ്ടാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്രാവശ്യം കാസ്റ്റർ ഓയിൽ ഏറ്റവും നല്ലത് കാസ്റ്റർ ഓയിലാട്ടോ. ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഏറ്റവും നമ്മളെ ചുളുവൻ്റെ കയ്യിലൊക്കെ നന്നായിട്ട് ഈ ഷുഗർ കാരണം നല്ല ചുളിവ് വന്നിരുന്നു മക്കളെ. എൻ്റെ കയ്യിൻ്റെ ചുളിവൊക്കെ കുറേ മാറ്റി തന്നത് അതാണ് കേട്ടോ. അപ്പൊ നിങ്ങളിത് എഫക്റ്റീവാണ്, എല്ലാവരും ഉപയോഗിക്കണം. അതിന് എന്താ വേണ്ട വെച്ചാൽ നമ്മളെ കാസ്റ്റർ ഓയിലാട്ടോ. ഞാൻ ഈ 200 ഗ്രാമിൻ്റെ കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് കേട്ടോ കാച്ചണത്. അത് 100 ഗ്രാമിൻ്റെ ചെറിയ കുപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇനി ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇത് അത്യാവശ്യമല്ലേ. അപ്പൊ എൻ്റെ കയ്യിൽ പെട്ടത് ഈ കുപ്പിയാട്ടോ. നമ്മൾ 200 ഗ്രാമിൻ്റെ കുപ്പിയാണ് ഇന്ന് കാച്ചണത്. അതിലേക്ക് വേണ്ട കാര്യങ്ങളാട്ടോ ഞാൻ പറഞ്ഞു തരുന്ന. എത്രയെന്ന് അളവ് ഇപ്പൊ കൃത്യമായിട്ട് എല്ലാവരും എഴുതിയിരുത്തോ. ഇത് ഉണ്ടാക്കി വെച്ചോളുണ്ടോ. ഇതിനധികം വില ഇല്ല മക്കളെ. 200-ന് 120 രൂപയുള്ളൂ. നല്ല കാസ്റ്റർ ഓയിൽ ശുദ്ധമായത് കേട്ടോ. അപ്പൊ ഇതാണ് ഒന്ന്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ നമ്മളെ സവാള. ഇത് ഇടത്തരം സവാളയുടെ പകുതിയെ വേണ്ടു. ഇടത്തരം സവാളയുടെ പകുതി വേണ്ടത്. നമ്മൾ എങ്ങനെയെന്നുള്ളത് ഇനിയിപ്പോൾ എണ്ണ കാച്ചുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ പകുതിയെ വേണ്ടു. പിന്നെ നമുക്ക് ഈ 100 ഗ്രാം തന്നെ വേണ്ട. 100 ഗ്രാം തന്നെ വേണ്ട. അതിലേക്ക് കുറച്ച് കമ്മിയായിട്ട് ഇഞ്ചി കേട്ടോ. ഇതൊക്കെ ഇനി നമ്മൾ എണ്ണ കാച്ചുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ ചെറുതായിട്ട് നുറുക്കണം, ഇഞ്ചിയും ഉള്ളിയൊക്കെ. അപ്പോൾ ഇനി നമുക്ക് എന്നാ അധികം ഞാൻ പോണില്ല. അപ്പൊ എല്ലാവരും അമ്മയെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് വേഗം എണ്ണ ഉണ്ടാക്കാം. നട്ട് കത്തിച്ചു, അതിൽ വെച്ചു കേട്ടോ ചട്ടി. നീ അധികം സ്പീഡിൽ വെക്കാൻ പാടില്ല. ഏറ്റവും കുറഞ്ഞതിൽ വെക്കാവുള്ളൂ. ഏറ്റവും കുറഞ്ഞതിൽ എണ്ണ നമുക്ക് ഫലം കിട്ടണമെങ്കിൽ അങ്ങനെ വേണം. ഞാൻ 200 ml എണ്ണയാണ് എടുത്തത്. 200 ml ആവണക്കെണ്ണയാണ്. അതിൽ വെള്ളം പോട്ടെ വെച്ചിട്ടാണ് ചട്ടിയിലൊക്കെ. നല്ല കൊഴുപ്പുള്ള എണ്ണയാണ്. ആവണക്കെണ്ണ ആകുമ്പോൾ നല്ല കൊഴുപ്പാണ്. ഒരു 200 ml കുപ്പിക്ക് ഒരു കുപ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇതുണ്ടോ ഇങ്ങനെയും ചെറുതാക്കി നുറുക്കിയ ഉള്ളി, സവാള, വലിയ ഉള്ളിയാണേ. വലിയ ഉള്ളി ഇതിലേക്ക് ഇട്ടു. കൈകൊണ്ടാ തട്ടണം, അതൊന്നും കുഴപ്പമില്ല അല്ലേ. പിന്നെ അടുത്തത് നമ്മൾ ഇഞ്ചി ഇട്ടു. കണ്ട പൊടിയായിട്ട് ഒക്കെ നുറുക്കുക. ഇഞ്ചി ഇട്ടു. പിന്നെ ഒക്കെ ഒരു 100 ഗ്രാം ഇഞ്ചി. പിന്നെ ഇത് നമ്മളുടെ കണ്ടോ എന്താന്ന് കാണാല്ലേ, കാരാമ്പൂ എന്ന് പറയും ചിലവർ. അത് നമ്മളൊരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കുള്ള അളവാണ് ഇത് പറയുന്നത്. 100 ഗ്രാം ഇഞ്ചി, 1.5 ടീസ്പൂൺ ഗ്രാമ്പൂ, ഒരു സവാളയുടെ പകുതി. അതിലേക്കുള്ള അളവാണ് ഈ പറയുന്നത്. ഇനി ഇത് സിമ്മിലിരിക്കട്ടെ, ഇത് കത്താൻ പാടില്ല. നിങ്ങൾക്ക് ഈ സവാളയുടെ ഗുണമൊക്കെ അറിയില്ലേ? സവോള പറഞ്ഞ എന്താ വെച്ചാൽ നമ്മളെ നാച്ചുറൽ ബ്ലീച്ചാണ്, ക്ലെൻസറാണ്, നല്ല ടോണറാണ്. സ്കിൻ നല്ലതായി തിളങ്ങി കിട്ടും കേട്ടോ. പിന്നെ ഡെഡ് സ്കിൻസൊക്കെ മാറും. പിന്നെ നമ്മൾ ഇഞ്ചിയെ പറ്റി പറയേ വേണ്ട. നിറയെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്റീവ് പ്രോപ്പർട്ടീസ് ധാരാളം ഉണ്ട് ഇതിൽ. പിന്നെ ഇത് എന്താ വെച്ചാൽ നമ്മുടെ കൊളാജൻ ഇല്ലേ, അതിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂടും, അപ്പോൾ തിളക്കവും കൂടും.
ഈവൻ സ്കിന്നാവും, പാടുകളൊക്കെ ഇല്ലാതാവും. നമുക്കൊരു പ്രായം വന്നു കഴിഞ്ഞാൽ നമ്മളെ മുഖത്തൊക്കെ ഒരു കറുത്ത പാട് വരും, മുഖക്കുരുവിന്റെ പാട്, അങ്ങനെ എന്ത് പാടും പോകും കേട്ടോ. അത്രയും നല്ലതാണ്. പിന്നെ ഗ്രാമ്പൂവിന്റെ ഗുണം പറഞ്ഞാൽ എന്ത് കറുത്തപ്പാടും മാറ്റാനുള്ളൊരു കഴിവുണ്ട് നമ്മളെ ഗ്രാമ്പൂവിന്. സൺ ടാനും എല്ലാം മാറും കേട്ടോ, പിഗ്മെന്റേഷൻ എല്ലാം മാറിയിട്ട് പിന്നെ നല്ലൊരു നറിഷണറാണ് കേട്ടോ ഇതേ. പിന്നെ അത് കാരണം സ്കിന്ന് നല്ല ഗ്ലോ കിട്ടുന്നുണ്ട്, പിന്നെ സ്കിന്ന് ബ്രൈറ്റ് ആവും, എല്ലാം ചെയ്യും. എന്നാൽ പോരെ, നല്ലതാണ് നമ്മളെ ഗ്രാമ്പൂ. പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഒലിവ് ഓയിലിന്റെ ഗുണം നമ്മൾ പറയേണ്ടതുണ്ടോ? ഒരു നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ നമ്മളെ ഈ ഒലിവ് ഓയിൽ. എന്താ വെച്ചാൽ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതില്. അതുകൊണ്ട് നമ്മുടെ സെൽസിൽ വരുന്ന ഡാമേജുകളൊക്കെ മാറ്റുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഏജിങ് പ്രോഗ്രസ് നമുക്ക് എന്താവും, കുറച്ച് കമ്മിയാവും, സ്ലോ ആയി കിട്ടും. അതുകൊണ്ട് നമുക്ക് പ്രായം തോന്നില്ല ഈ നമ്മളുടെ ഇത് കൂട്ടുകൊണ്ട്. ആവണക്കെണ്ണ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോ നമ്മൾ കൂട്ടിയിട്ടുള്ളത് ആവണക്കെണ്ണയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലിലും ഉണ്ടാക്കാം. ഒലിവ് ഓയിലിനും ഇതേ ഗുണങ്ങൾ തന്നെയാണ്. അപ്പൊ ആവണക്കെണ്ണയുടെ ഗുണവും ഇത് തന്നെയാണ് കേട്ടോ. ഇതിലിപ്പോ നമ്മൾ ഒലിവ് ഓയിലിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതേ ഗുണങ്ങൾ തന്നെയാണ് നമ്മളുടെ അതിന് പറയുക, കാസ്റ്റർ ഓയിൽ. ഞാനും അങ്ങനെ പറഞ്ഞു മാറിയതാണ്. കാസ്റ്റർ ഓയിലിനും ഇതേ ഗുണാട്ടോ. ചിലവർക്ക് ഇപ്പൊ ഇതിന് ആവണക്കെണ്ണ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒക്കെ കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളെ സ്കിന്നൊക്കെ ബ്രൈറ്റൻ ആവും കേട്ടോ നമ്മളെ ഈ ആവണക്കെണ്ണ കൊണ്ടേ. പിന്നെ എന്താ വെച്ചാൽ അത് കാരണം കൊളാജനെ ബൂസ്റ്റ് ചെയ്യും, എല്ലാറ്റിനും നല്ലതാണ് കേട്ടോ നമ്മളുടെ ഈ കാസ്റ്റർ ഓയില്. നിങ്ങൾക്ക് ഇത് കോക്കനട്ട് ഓയിലിലും ഒലിവ് ഓയിലിലും ഒക്കെ ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ഞാൻ ഒലിവ് ഓയിൽ ഇതിന്റെ ഇടയിൽ കൂടെ വന്നു പെട്ടത്. നമ്മൾ എടുക്കുന്നത് കാസ്റ്റർ ഓയിലാണ്. ഏറ്റവും ഗുണം കാസ്റ്റർ ഓയിലിനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നമ്മളത് പതുക്കെ ആവണുള്ളൂ, കാരണം സിമ്മിൽ വെക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. കണ്ടോ, നന്നായിട്ടൊരു തരം പത വരുന്നുണ്ട് കേട്ടോ. ഈ എണ്ണ കാച്ചുമ്പോൾ പ്രത്യേകം കാസ്റ്റർ ഓയിലായിട്ടാ തോന്നുന്നത് ഇങ്ങനെ. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒലിവ് ഓയിലിൽ ഉണ്ടാക്കി. അതിന്റെ മുന്നത്തെ പ്രാവശ്യം ഞാൻ സാധാ വെർജിൻ കോക്കനട്ട് ഓയിലിൽ ഉണ്ടാക്കി. അതിന്റെ മുന്നേ ഞാൻ സാധാ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി. 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഇത് ഉണ്ടാക്കുന്നു. ഇപ്പോഴാണ് കാസ്റ്റർ ഓയിലായത്. അപ്പൊ ഇതാണ് അത്ര ഏറ്റവും ഗുണം നമുക്ക്. നമ്മളെ ചുളിവൊക്കെ മാറാനേ. നമ്മൾക്ക് ഈ 40 വയസ്സ് തുടങ്ങിയ ആയില്ലേ, 40-35 ആ സമയത്ത് തന്നെ എല്ലാവരും തേച്ച് തുടങ്ങിക്കോളണം കേട്ടോ കുട്ടികളെ. എങ്കിൽ നമുക്ക് നമ്മള് പ്രായമാവണ എന്തിനാന്ന്, നമുക്കും ചെറുപ്പമായിട്ട് ഇരിക്കാലോ. നമുക്കൊരു 20 വയസ്സ് കമ്മിയായിട്ട് തോന്നുന്നത് തേച്ച് കഴിഞ്ഞാൽ നമ്മള് മുഖത്തും കയ്യിലും കാലിലൊക്കെ തേച്ചിട്ട് ഒരു 20 മിനിറ്റ് അല്ല, ഒരു അരമണിക്കൂറോ. ഞാനൊരു അരമണിക്കൂറൊക്കെ വെക്കുന്നുണ്ട്. എൻ്റെ കയ്യിനൊക്കെ നല്ലൊരു ഷുഗർ ഉണ്ടാവുകൊണ്ടേ നല്ലൊരു ചുളിവ് വന്നു. അത് കാരണം ഞാൻ ഇപ്പൊ ഈ എണ്ണ തേക്കുന്നത്. അപ്പോൾ എല്ലാവരും തേച്ച് നോക്കണം, നല്ല എഫക്റ്റീവാണ്. ഒരു തമാശയല്ല കേട്ടോ. നമ്മൾ ഇപ്പോഴേ കാച്ചി റെഡിയാക്കി വെച്ചോളൂ. അധികം വിലയില്ല. 200 ഗ്രാം കാസ്റ്റർ ഓയിലിന് 120 രൂപയുള്ളൂ. പിന്നെ നമ്മളെ ഈ ഗ്രാമ്പു പറഞ്ഞില്ലേ, അതിനും ഒരുപാട് വില പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്പോൾ അത് നമ്മൾ ഈ ബിരിയാണിയിലൊക്കെ ഇടാൻ വേണ്ടി കൊണ്ടുവരുമല്ലോ. അപ്പോൾ ഒത്തിരി എക്സ്ട്രാ വേറെയാണ് കൊടുന്നെണ്ണത് മാത്രം നമ്മളോടെ. അപ്പോൾ അതിന്റെ വില ശരിക്കും എനിക്ക് അറിയണില്ല, കാരണം ഇവിടുത്തെ അച്ഛനല്ലേ ഒക്കെ കൊണ്ടുവരിക. മറ്റേത് നമ്മൾ കാസ്റ്റർ ഓയിലിന്റെ കുപ്പിയിൽ വില കണ്ടുകൊണ്ട് പറഞ്ഞാട്ടോ. ഞാൻ 120 റുപ്യാണ് 200-ന് അതെനിക്ക് അറിഞ്ഞതാണ്. അപ്പൊ ഇത് 200 ഗ്രാമിലേക്കുള്ള അളവാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ സവാളയുടെ പകുതിയേ വേണ്ടൂ. പിന്നെ ഇഞ്ചി 100 ഗ്രാം തന്നെ ഇവിടെ വേണ്ട, ഒരു ലേശം താഴെയായിട്ട് എടുത്താൽ മതി. 200-ലേക്ക് 100 കഷ്ടിയാണ് ഇതിലെടുത്തിട്ടുള്ളൂ. പിന്നെ ഗ്രാമ്പു പറഞ്ഞാൽ ചെറിയ സ്പൂണ്, 1.5 സ്പൂണ് കണ്ടില്ലേ നിങ്ങളൊക്കെ. അപ്പൊ അളവൊന്നും ആരും തെറ്റണ്ട, അളവൊക്കെ എല്ലാവരും എഴുതി വെക്കണം കേട്ടോ. ഇതൊക്കെ കറക്റ്റായി നമുക്ക് നല്ല എഫക്റ്റീവാണ്. കാരണം നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ ഈ വാർദ്ധക്യം നമ്മളേലേ. കയ്യിലും കാലിലൊക്കെ ചുളിവ് വന്നിട്ട് എന്താ മുഖമൊക്കെ തൂങ്ങി. അപ്പോൾ ഇത് മുഖമൊക്കെ നന്നായിട്ട് ടൈറ്റ് ആവും കേട്ടോ. അതുകൊണ്ട് ഒരു ഫേസ് മസാജ് കൊടുത്ത് നിങ്ങളൊരു എത്ര വേണമെങ്കിലും സമയം ഇരിക്കേ, നമുക്കുള്ള സൗകര്യമാണ് അതിന്റെ സമയമൊന്നും. ഏറലില്ല കേട്ടോ. ചുരുക്കം അരമണിക്കൂർ വെച്ചോളൂ. രാവിലെ തേച്ചിട്ടേ വൈകുന്നേരത്ത് വേണമെങ്കിൽ 2 പ്രാവശ്യം 2 നേരം തേക്കാം. ഇത് പിന്നെ ഒരു ഗുണം കേട്ടോ, ഇത് തലയിലും കുറേശ്ശെ നമുക്ക് ഓയിൽ മസാജിന് കൊടുക്കാം കേട്ടോ. മുട്ടി നല്ല കട്ടിയിൽ വളരും. അത് ശീലമുള്ളവർക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഈ ഒലിവ് ഓയിൽ നമ്മളെ ഈ കാലിന്റെ ഉപ്പൂറ്റി വേദന അതൊക്കെ മാറ്റി തരുന്നതാണ് ഈ ഒലിവ് ഓയിൽ. പണ്ട് കാലം മുതൽക്ക് തന്നെ നമ്മളെ സന്ധി വേദനകൾ, ഈ കാലിന്റെയും കയ്യിന്റെ ഒക്കെ മുട്ടിന്റെ ഒക്കെ വേദനയ്ക്കൊക്കെ നമ്മൾ ഈ ഒലിവ് ഓയിൽ കൊണ്ട് മസാജ് ചെയ്യുന്നുണ്ട്. പണ്ട് മുതൽക്കേ വീട്ടിൽ അമ്മമ്മ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാനത് അമ്മമ്മ തേക്കുന്നുണ്ടായിരുന്നു. അല്ല, ഒലിവ് ഓയിലെന്ന് നാവുമ്പിൽ വരികട്ട കുട്ടികളെ. കാസ്റ്റർ ഓയിൽ ഈ പേര് മാറുകയാണെ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. ഞാൻ മറന്ന് ഇങ്ങനെ പറയും ഒലിവ് ഓയിലെന്ന്. ഇതൊരു അബദ്ധം പറ്റി. മരുമകൻ ഗൾഫിലാവുന്ന കാലത്ത് ഇവിടെ ഒലിവ് ഓയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു പ്രാവശ്യം ഒലിവ് ഓയിലിൽ മോളക്ക് വേണ്ടി ഇങ്ങനെ എണ്ണ കാച്ചി.
അന്നാണത് തുടക്കം. പക്ഷെ അത് നല്ലതാട്ടോ. എല്ലാം അവള് വെളുത്തു. പ്രസവരക്ഷ കഴിഞ്ഞ് അവള് എണീറ്റപ്പോഴേക്കും നന്നായിട്ട് വെളുത്തു. പിന്നെ അവള് എനിക്ക് പിന്നെ ഞാൻ എണ്ണ ഉണ്ടാക്കി കൊടുത്തില്ല. പിന്നെ അവള് ഇന്ദുലേഖ പറഞ്ഞിട്ടൊരു എണ്ണ വാങ്ങിട്ടേക്കിൽ അടങ്ങി. പക്ഷെ അപ്പൊ അവള് പറയുണ്ടായിരുന്നു നമ്മുടെ എണ്ണ അത്ര എഫക്റ്റീവ് അല്ല അമ്മേ. അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങനെ തന്നെ കാച്ചിലടങ്ങിപ്പോ. അപ്പൊ എന്താ വെച്ചാൽ നല്ല നിറം വെക്കണുണ്ട് അതുകൊണ്ട് കേട്ടോ. ഇപ്പൊ എനിക്കിപ്പോ ഇത് ചുളിവ് മാറാൻ വേണ്ടിയിട്ടാ, വെളുപ്പിനെ പറ്റിയിട്ടല്ല ഞാൻ ഈ എണ്ണ ഉണ്ടാക്കലായിരുന്നു. അപ്പൊ ചുളിവ് മാറാൻ വേണ്ടിയിട്ടും വെളുപ്പ് കറുപ്പൊന്നും പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. അമ്മയെ കറുത്തിട്ടെന്ന് പറയല്ലേ എന്നൊരു കുട്ടി പറഞ്ഞു. അത് കാരണം കേട്ടോ ഞാൻ അങ്ങനെ അങ്ങോട്ട് പറയാത്തത്. അപ്പോൾ ഗ്ലോ കിട്ടാൻ അങ്ങനെ പറഞ്ഞാൽ മതി അല്ലേ, ഏത് സ്കിന്നിനും ഗ്ലോ കിട്ടാൻ. അപ്പൊ തിളങ്ങാൻ, അപ്പൊ മുഖചർമ്മൊക്കെ തിളങ്ങും, ചുളിവൊക്കെ മാറിയിട്ട്. അപ്പോൾ നമ്മളെ പ്രായക്കാർ പ്രത്യേകിച്ച് 35 ആയവര് പിന്നെ തുടങ്ങണം കേട്ടോ അപ്പൊ ഇത് തേക്കാൻ. പ്രസവരക്ഷ ഉള്ള സമയത്ത് കുട്ടികൾക്ക് തേക്കാൻ കൊടുത്താൽ അവര് അപ്പോഴും ഗ്ലോ തന്നെ വരണം കേട്ടോ. ഗ്ലോന്നേ ഞാൻ ഇനി പറയൂ, ഞാൻ വെളുപ്പ് കറുപ്പെന്ന് പറയില്ല. ഒരു കുട്ടിക്ക് സങ്കടം ഞാനത് പറഞ്ഞിട്ട്. ഇനി അതിന്റെ ശേഷം ഞാൻ ഗ്ലോ എന്ന് പറയുന്നുള്ളൂ കേട്ടോ മക്കളെ, ആരും ഒന്നും വിചാരിക്കരുത്. അപ്പൊ ഇത് നന്നായിട്ട് കടും ചൂടായി. ഇത് ഒരുപാട് മൂക്കൊന്നും വേണ്ട കേട്ടോ. ഇതിനി ഇങ്ങനെ നമ്മൾ അടച്ചു വെച്ച് തണുത്തിട്ട് നാളെ രാവിലെയാണ് ഈ എണ്ണ ഊറ്റാൻ പാടുള്ളൂ. ഇതിനി നമ്മൾ അടച്ചു വെക്കേണ്ട, ഒന്നാണ്ട് പുക പോയിട്ട് അടച്ചു വെച്ചാൽ മതി, അല്ലെങ്കിൽ വെള്ളം ആയിരിക്കും ഇറങ്ങും. അപ്പൊ ഒരു തുണി കവറിട്ട് മൂടുക. രാവിലെ ഇനി അരിച്ചിട്ട് ഞാൻ തണുത്തിട്ട് ഒഴിച്ചിട്ട് കാണിച്ചു തരാം. ഇതാ നമ്മൾ ഒഴിച്ചു വെച്ചു. ഒരുപാട് മൂക്കണ്ട, നല്ല കടും ചൂട് വന്നിട്ട് ഒന്നുകൂടി പൊട്ടുമ്പോ നമ്മള് വാങ്ങണം കേട്ടോ. അത്രേ ഇത് പാടുള്ളൂ. ഒരുപാട് ഇങ്ങനെ മറ്റു എണ്ണകളെ പോലെ കരിയൊന്നും ചെയ്യരുത്. കണ്ടല്ലേ, ഉള്ളിയൊക്കെ കളറ് മാറിയിട്ട് കൂടിയില്ല, കണ്ടില്ലേ, ഒന്നും ഇങ്ങനെ എണ്ണയിൽ കടന്നു, അത്രേ ഉള്ളൂ. കണ്ടല്ലോ, നമുക്കിപ്പോ ഈ നല്ല കൊഴുപ്പാട്ടോ ഈ എണ്ണയ്ക്ക്. അതുകൊണ്ട് നമ്മളെ മുഖം നന്നായിട്ട് വൃത്തിയാവും, നല്ല മിനുസം വരും. കയ്യിലും കാലിലും നിങ്ങളെ ശരീരം മുഴുവനും വേണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തേച്ച് കുളിക്കാം, തലയിലും ഒക്കെ. ആരൊക്കെ വെച്ചാ ഉപയോഗിക്കാന്ന് വെച്ചാൽ 35 വയസ്സിന് ശേഷമുള്ളവരെ ഇത് ഉപയോഗിക്കേണ്ടതെന്ന് മാത്രം. കയ്യിലും കാലിലൊക്കെ ചുളിവ് പോവാനേ. അതിന്റെ ശേഷം തുടങ്ങി വെച്ചോളൂ ഇപ്പൊ തന്നെ. എന്നാൽ നല്ല ക്ലിയർ സ്കിന്നാവും കേട്ടോ പ്രായമാകുമ്പോ. അപ്പൊ കണ്ടോ നമ്മളെ എണ്ണയൊക്കെ റെഡിയായി. അപ്പൊ അതെല്ലാരും ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കി വെക്കണം വീട്ടിലേട്ടോ. അത് അത്യാവശ്യമാണ്. അപ്പോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. എല്ലാരും ഇത് ഉണ്ടാക്കി വെക്കണം കേട്ടോ.